യഹൂദന്മാർക്ക് വേണ്ടി വെളിപ്പെട്ട ക്രിസ്തുവിനെ യഹൂദന്മാർക്ക് മനസ്സിലായില്ല. ഒരു പറഞ്ഞു, ഇങ്ങനെയല്ല ഞങ്ങളുടെ മഷക എന്ത് ചെയ്യേണ്ടത്, ജനിക്കേണ്ടത് ഈ വിധത്തിലല്ല, പ്രൗഢിയോടെ ജനിക്കുമെന്ന് ആര് വിചാരിച്ചു? യഹൂദന്മാര് വിചാരിച്ചു. ഞങ്ങൾക്ക് മഷികയുണ്ട്, ആമേൻ, രക്ഷകനുണ്ട്, പക്ഷേ അത് ഈ വിധത്തിലല്ല എന്ത് ചെയ്യേണ്ടത്, ജനിക്കേണ്ടത്. സ്തോത്രം. ഈ വിധത്തിലല്ല ജനിക്കേണ്ടത്, പ്രൗഢിയോടെ ജനിക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ യേശുവിന്റെ ജനനം സാധുവായ കുടുംബത്തിലായതുകൊണ്ട് ആർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. സ്തോത്രം. വചനം പറയുന്നത് തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിച്ചു കളഞ്ഞു എന്നാണ്. രക്ഷകനായും മശികയായും വെളിപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തുവിനെ, യഹൂദന്മാർ രക്ഷയ്ക്കുവിടെ ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ അവർ എന്ത് ചെയ്തു? അവർ ക്രൂശിച്ചു കളഞ്ഞു എന്നാണ്. യേശുവിനെ കണ്ടിട്ടും യഹൂദന്മാർ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. എന്നാൽ അവർ തോമസിനോട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. അടുത്ത വാക്ക്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സാധുക്കളായ നമ്മൾ യഹൂദന്മാരെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, യഹൂദന്മാരെക്കാൾ ഭാഗ്യമേറിയവരാണ്. എങ്ങനെയാണ് നാം അനുഗ്രഹിക്കപ്പെട്ടത്? എങ്ങനെയാണ് ഭാഗ്യമുള്ളവരായത്? നമ്മൾ യേശുവിനെ കണ്ടിട്ടല്ല വിശ്വസിച്ചത്, നമ്മൾ അവരെ കാണാതെയാണ് വിശ്വസിച്ചത്. കാണാതെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ ചുരിക്കുന്ന ദൈവമക്കൾക്ക് ഇത്രത്തോളം ദൈവത്തെ ആരാധിക്കുവാൻ ആവേശമുണ്ടെങ്കിൽ അനാഥന്റെ പൊന്മുഖം കാണുന്ന ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ എത്രത്തോളം ദൈവകൃപയാണ് വെളിപ്പെടുന്നത്